അങ്കി എന്തായിരുന്നു അവിടെ നീ ശക്തി എന്താന്ന് സംസാരിച്ചേ? ഞങ്ങൾ എന്താ സംസാരിക്കുന്നു വെറുതെ. എന്നിട്ടാണോ അവന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? അതെ, അവൻ എന്റെ പഴയ ശക്തി മാത്രമല്ല, ഇപ്പൊ എന്റെ അനിയനും കൂടിയാ. എന്നാലേ ആ അനിയനൊന്നും ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കും. ഇതിൽ കൂടുതലൊന്നും ആനും പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അല്ലെങ്കിൽ ആനോട് എല്ലാ സത്യവും തുറന്നു പറ. അങ്കി നീ സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടല്ലേ? ഞാൻ കാരണല്ലേ നീ അവനോടൊന്നും പറയാത്തെ? സത്യമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഇഷ്ടം അവനോട് പറഞ്ഞാൽ ശരിയാവില്ല ദുർഗ. ആദ്യം എല്ലാ പ്രശ്നവും ഒന്ന് കലങ്ങി തെളിയട്ടെ, എന്നിട്ട് പറയാം. നീ അത് വിട്, നീ ബുക്ക് വെച്ച ക്ലാസ് തുടങ്ങാനായില്ലേ? പോരാ. എടാ രാഹുലെ, നീ ഇതെവിടെയെന്ന് കുറച്ച് ദിവസമായിട്ട്? അല്ല, ദുർഗയെങ്കിൽ എവിടെ? അവര് രണ്ടുപേരും കൂടി ലൈബ്രറിയിലേക്ക് പോയിട്ട്. എന്നാ നമുക്ക് പോവാം, ക്ലാസ് തുടങ്ങാനായില്ലേ? അവർ ചിലപ്പോ ആ വഴി വീട്ടുണ്ടാവും. ഇവളാണോ ഫോണിൽ സംസാരിക്കുന്നത്? അച്ഛാ, എനിക്ക് ഓർമ്മയുണ്ട് അച്ഛാ, നാളെയല്ലേ? ഞാൻ നോക്കട്ടെ, ശിവസാറ് കാണാതെ എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ? ഇവളുടെ കയ്യിൽ അങ്ങനെ ഫോൺ വന്നു. എന്തായാലും ഞാൻ കാണേ അറിയാൻ ചെയ്യാതെ നിനക്ക് ഇവിടെ നിന്ന് എവിടേക്കും പോകാൻ കഴിയില്ല ദുർഗ. ദുർഗ, നാളെ രാവിലെ 10 മണിക്ക് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. റെഡി ആവണം. നാളെ പറ്റില്ല സാർ. അതെന്താ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് അന്ന് കല്യാണത്തിന്റെ ടൈമിൽ ക്ലാസ് കുറെ മിസ്സായതുകൊണ്ട് അതിന്റെ നോട്ടെല്ലാം എഴുതിയെടുക്കാൻ ഞാൻ നാളെ അങ്കിതയുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, അവളോട് നോട്ട് അയച്ചിടാൻ പറ, ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. അല്ല സാർ, നമ്മള് നാളെ എവിടെയാ പോകുന്നേ? അതെല്ലാം അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും. ദുഷ്ടൻ, ഇങ്ങനെ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയൊന്നും കാണാൻ തോന്നില്ല. ശക്തിയോട് ചോദിച്ചു നോക്കിയാലോ എവിടെയാ പോകുന്നതെന്ന്? അല്ലേ വേണ്ട, ഇപ്പൊ എവിടെയാ പോകുന്നത് അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്തായാലും അച്ഛനെ വിളിച്ച് നാളത്തെ കാര്യം പറഞ്ഞേക്കാം. ഹലോ അച്ഛാ. നാളെ എത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തുക? അച്ഛാ, നാളെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശിവസാറ് നാളെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിപ്പോ. ആണോ? ആയിക്കോട്ടെ, സാരില്ല, നമുക്ക് പിന്നൊരു ദിവസം പോവാം. സോറി. നീ എന്തിനാ സോറി പറയുന്നത്? നിന്റെ അവസ്ഥ അതെനിക്ക് മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എന്നും ഇങ്ങനെ ശിവയ്ക്ക് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ മോള് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. അച്ഛൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ റെഡിയല്ലേ? പോവാം. ശക്തി, ഞങ്ങളിപ്പോ വരാം. ഏട്ടാ, ഇത് എവിടേക്കാ? എന്നിട്ട് പറയാം. ദുർഗ, പോവാം. ഇറങ്ങ്. ഇതാരുടെ വീടാ? ഇറങ്ങ്, വന്നാ നിനക്ക് മനസ്സിലാവല്ലോ. ശിവ, നിങ്ങൾ എത്തിയോ? വാ, കേറ്. റോഷൻ ചേട്ടൻ്റെ വീടാണത്. ശിവേട്ടൻ, വാ കേറ്. അവളുടെ ഒരു ശിവേട്ടൻ. മോനെ ശിവ, വാ കേറ്, ഇരിക്കേ. മോളെ വാ. ദുർഗ, ഇത് റോഷന്റെ അച്ഛനും അമ്മയും മാധവങ്ങളും രുക്മിണി ആന്റി. മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് പിന്നെ അങ്ങനെ ഇല്ലാതിരിക്കോ? നമ്മുടെ ശിവയുടെ സെലക്ഷൻ അല്ലേ? നിങ്ങളെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ തൊട്ട് റോഷനോട് ഞങ്ങൾ പറയുന്ന നിങ്ങളെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാം. നന്നായി പോന്നു. ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോ നീ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. നിങ്ങളിന്ന് വരുന്ന രാവിലെ അമ്മ പറഞ്ഞപ്പോ ഞാൻ ആ പോക്ക് ക്യാൻസൽ ചെയ്തു. ശിവേട്ടൻ വരുമ്പോ എങ്ങനെയാ ഞാനിവിടെ അല്ലാണ്ട് നിൽക്കുക? എന്നാ നിങ്ങളെല്ലാരും ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെടുക്കാം. അമ്മ, ഞാൻ വരാം. മോളെ, ഈ 2 ഗ്ലാസ്സിലും ഒന്ന് പഞ്ചസാര ഇടും. അമ്മ, ഞാൻ സ്നേഹിച്ചാനെ തട്ടിയെടുത്തവളല്ലേ, അങ്ങനെ നീ പഞ്ചസാര ഇട്ട് ജ്യൂസ് കുടിക്കണം. തൽക്കാലം കുറച്ച് ഉപ്പിട്ട് കുടിച്ചോ. ദുർഗയ്ക്ക് വെച്ച ജ്യൂസ് ഉപ്പിട്ട് കലക്കി. മക്കളെ കുടിക്കും. അയ്യോ, ഗ്ലാസ് ശിവേട്ടൻ. ഇതിലെന്താ ഉപ്പ്?
ആൻറ്റി ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ശിവ, നീ എന്താണെന്നും പറയാത്തെ? ആൻറ്റി നല്ല രസമുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഷുഗർ കൂടുതലുള്ളതെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്കത് മതി. ആണോ? എന്നാൽ ശിവേട്ടന് വേണമെങ്കിൽ കുടിക്കണ്ട. ഞാൻ ശിവേട്ടന് കുറച്ച് മധുരം കൂടുതൽ വേണ്ടിയെന്ന് വെച്ച് കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോൾ നിന്റെ പണിയാണല്ലേ? തുർക്കിക്ക് വെച്ചതായിരിക്കും. എന്തായാലും നിങ്ങളിവിടെ വരെ വന്ന സ്ഥിതിക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഈശ്വര, ഉച്ചത്തെ ലഞ്ചിനും കൂടി ഇരുന്നാൽ ഇവിടെ ചിലപ്പോൾ ഞങ്ങളെ ഉത്തരരോഗിയാക്കും. അയ്യോ ആൻറ്റി, അത് ശരിയാവില്ല. ഞങ്ങൾക്ക് 1-2 സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു. ഇങ്ങേര് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം പറയുന്നേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശിവ. നീ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ടേ പോവാം. ആൻറ്റി, വാഷ്റൂം എവിടെയാ? എനിക്കൊന്ന് വാഷ്റൂം പോകണ്ടായിരുന്നു. മോളെ, അത് അമ്മ ഞാൻ കാണിച്ചെടുക്കാം. തീർക്കാം, വാ. എങ്ങനെയുണ്ട് ശിവന്റെ കൂടെയുള്ള ലൈഫ്? യു റിയലി ലൈക്ക് ഇറ്റ്? അതെന്താ മായ നീ അങ്ങനെ കഴിച്ച? ഒന്നുമില്ല. പിന്നെ ദുർഗ, എനിക്ക് തന്നോട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത്? തനിക്ക് ശിവനെ ഉപേക്ഷിച്ചൂടെ? എന്ത്? നത്തിങ്, വെറുതെ ഒരു തമാശക്ക് കഴിച്ചാ. ഇതാ ആ കാണുന്ന വാഷ്റൂം. മായ പോയില്ലായിരുന്നോ? ഇല്ല, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? എനിക്കറിയാം ശിവേട്ടന് ഒരിക്കലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നെങ്കിൽ എന്നെ എപ്പോഴും ശിവേട്ടൻ ഇഷ്ടപ്പെട്ടാണ്. പിന്നെ എന്തിനാ നിങ്ങൾ അമ്മ വിവാഹം കഴിച്ചേ? ആ കോളേജ് വന്ന ശേഷം ശിവേട്ടനിൽ ഇങ്ങനെ ഒരു മാറ്റം. എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഞങ്ങളുടെ എൻഗേജ്മെന്റ് വരെ ഞാൻ കാര്യങ്ങളെല്ലാം എത്തിച്ചു. പിന്നെ പെട്ടെന്ന് അങ്ങനെ നീ ഞങ്ങൾക്കിടയിൽ വന്ന്? പറ്റില്ല, എനിക്ക് ശിവേട്ടനെ നിനക്ക് വിട്ടാൽ പറ്റില്ല. കുറച്ച് സമയം കൂടി ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ ശിവേട്ടനെ വിട്ടു പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയും. ഏട്ടാ, എന്താട്ടാ ഞാൻ പറഞ്ഞതിൽ കള്ളോ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? ഏട്ടൻ എനിക്ക് വാക്ക് തന്നല്ലേ ശിവേട്ടനല്ല കല്യാണം നടത്തി തരാന്ന്. പിന്നെ ഇവളെങ്ങനെയാ ഞങ്ങൾക്കിടയിൽ വന്നേ? പക്ഷെ ഞാനൊരിക്കലും നിനക്ക് വാക്ക് തന്നിട്ടില്ല. ശിവേട്ടാ, എന്താ സത്യമില്ല? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? നീ ചത്തുകളെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് ഇവൻ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അന്ന് ആ എൻഗേജ്മെന്റ് പോലും ഞാൻ സമ്മതിച്ചു. പക്ഷെ പിന്നീട് എനിക്കൊരു പെണ്ണിനോ ഇഷ്ടം തോന്നിയ പിന്നെ ഞാനെങ്ങനെ അവളെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കുക? എന്ന് കരുതി ഞാൻ സ്നേഹിച്ച പുരുഷനെ വേറൊരുത്തിന് വിട്ടെടുക്കാൻ ഞാൻ തയ്യാറല്ല. അവര് നമ്മുടെ ഗസ്റ്റാണ്. ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്നവർ സംസാരിക്കുന്നത്? എനിക്ക് ഇവളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? അതും പറഞ്ഞ് അവൾ അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. ശിവ, സോറിടാ, അവൾ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ദുർഗ, സോറി. സാരല്ല റോഷൻ ചേട്ടാ, എനിക്ക് മനസ്സിലാവും. ശിവ, റോഷ, ഞങ്ങൾ ഇറങ്ങാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് പിന്നെ കാണാം. അല്ല, നിങ്ങൾ പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ പിന്നെ വരാം. കുറച്ച് അർജന്റ് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, മായ എവിടെ പോയി? അത് അവളുടെ റൂമിലേക്ക് പോയി. എന്നാ ആൻറ്റി, ഞങ്ങൾ ഇറങ്ങാം. എന്നാ ശരി മക്കളെ, എപ്പോഴെങ്കിലുമൊക്കെ ഇവിടേക്ക് ഇറങ്ങും. ആൻറ്റി, എന്നാ ശരി. നീ ഇവിടെ ഉണ്ടായിരുന്നു? പുറത്തേക്ക് ഒന്നും ഇറങ്ങില്ലേ? ഇല്ല, നിങ്ങളെവിടെയാ പോയെന്ന് അറിയാത്തോണ്ട്. അല്ല, ചേട്ടത്തേക്ക് ഇതെന്ത് പറ്റി? ഇത് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ശക്തി, ഞാൻ പോയി കിടക്കട്ടെ. ഞാൻ ചേഞ്ച് ചെയ്ത് തരാം. ഏട്ടാ, ഏട്ടൻ അവിടെ നിന്നേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നെവിടെയാ പോയത്? ഞാൻ അവളെയും കൂട്ടി ഒന്ന് പുറത്തു പോയതാ. അതിനിപ്പോ എന്താ? എന്നിട്ട് ഏട്ടൻ എന്തെങ്കിലും എടുത്തേക്കും പറഞ്ഞോ? എടുത്തേക്കും മുഖം പാടിയിട്ടുണ്ടല്ലോ. ഏട്ടാ, സത്യം പറ, നിങ്ങൾ എവിടേക്കാ പോയത്? ശക്തി, ഞങ്ങൾ റോഷന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവൻ കല്യാണം കയറ്റാൻ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്നൊന്ന് പോയി വന്നു. എവിടെ? റോഷൻ ചേട്ടൻ്റെ വീട്ടിലോ? ആ, മായ അവളവിടെ ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. ഓ, അപ്പോൾ അവളെന്തേ പറഞ്ഞിട്ടുണ്ടാവും, അതായില്ല ഏട്ടത്തി ഇങ്ങനെ. ഏട്ടാ, ഇപ്പോൾ ഏട്ടത്തിയുടെ കൂടെ ഏട്ടത്തിയുടെ വീട്ടുകാർ പോലില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഏട്ടത്തിയെ നന്നായി നോക്കട്ടെ, ഇപ്പൊ നമ്മളുടെ കടമ. ഏട്ടനറിയാം, മായയുടെ കല്യാണം ഒരിക്കലും ഉറപ്പിച്ചു വെച്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചതാണ്. ഇനി ഒരിക്കലും അവളുടെ അടുത്തേക്ക് ഏട്ടത്തെയും കൂട്ടി പോകരുത്. ഇല്ല ശക്തി, ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുടെ ശിവേട്ടൻ, അവളെന്ത് ധൈര്യത്തില ശിവസാർ അങ്ങനെ വിളിച്ച്? ശിവസാർ ഉണ്ട്. ഞാൻ എന്തൊക്കെ പറയുന്നത്? ഞാൻ ഇതിനങ്ങനെ റേസ് ആവുന്നു. ശിവസാർ അവൾ എന്ത് വിളിച്ചാൽ എനിക്കെന്താ? എന്റെ പെണ്ണിന് തീരെ ജലസില്ലല്ലേ? ശിവസാർ എന്തേ കളിക്കുന്നേ? മാറിന്നേ, ശക്തി ഞാൻ വരും. അന്നൊക്കെ അവൻ കാണാത്തൊന്നല്ലോ. സാർ മാറി നിൽക്ക്, സാർക്ക് ഇപ്പം വേണ്ടേ? ദുർഗ, നേരത്തെ റോഷന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചതിനൊക്കെ ഐ എം സോറി. ഞാൻ മായ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല.
ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടാവില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി നിന്നെ കൂട്ടി ഞാൻ അവിടേക്ക് ചെല്ലാന്ന് പറഞ്ഞു. അതിന് മായയോടുള്ളതിന് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാർ എന്തിനാ മായയായിട്ടുള്ള മാരേജ് വേണ്ടെന്ന് വെച്ചേ? അവളെന്ന് എന്നോട് സംസാരിച്ച രീതി അത് ശരിയല്ലായിരിക്കും, പക്ഷേ അവൾ പറഞ്ഞതിൽ കാര്യമല്ലേ? സാറ് അവളെ വേണ്ടെന്ന് വെച്ച് എന്നെ സ്വീകരിച്ചപ്പോൾ അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ഒരിക്കലും സാർ ആരെ കുറിച്ച് കെയർ ചെയ്തിട്ടുള്ളൂ. സാറിന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്യുന്നു. ഇപ്പൊ തന്നെ എന്നെ വാങ്ങിച്ച് സാറും കൂടെ കൊണ്ടുവന്ന് സാറിന്റെ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, എന്നെ കുറിച്ചും എന്റെ ഫീലിങ്സിനെ കുറിച്ചും എന്തെങ്കിലും സാർ ചിന്തിച്ചിട്ടുണ്ടോ? ദുർഗ, മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ ഫീലിങ്സ് അതെന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. ആ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് ഇല്ലാത്ത പോലെ അഭിനയിക്കുന്ന നീയാ. ഞാൻ എന്താ അഭിനയിച്ചെന്നാ സാർ പറയുന്നത്? എനിക്കിതുവരെ സാറുടെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. ഇനി എത്ര കാലം നീ ഈ കള്ളം എന്നോട് പറയും? ഐ നോ യു ഹാവ് ഫീലിംഗ് ഫോർ മീ. ഇല്ല, എനിക്ക് ചെന്നിട്ട് ഒരിക്കലും സാറോട് ഒരു ഫീലിങ്സ് തോന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അടുക്കളയിൽ വന്നോട്ടെ? ശക്തി, വാ. ഇനി നിങ്ങൾ സംസാരിക്കും, ഞാനെന്ത് പുറത്തുപോയിട്ട് വരാം. അടുത്തെന്താ ഉണ്ടാക്കുന്നേ? ഞാൻ ഡിന്നറിനേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക. നിനക്കെന്താ രാത്രി കഴിക്കാൻ വേണ്ടേ? എനിക്ക് എടുത്ത് എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. എടുത്ത് ഇന്ന് മായ എടുത്തിയുടെ എന്തെങ്കിലും തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എടുത്ത് എന്ന് മറക്കണം. ഓർത്ത് നിൽക്കാൻ മാത്രമേ തെറ്റെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. സത്യത്തെ അവളോട് തെറ്റിച്ചത് ഞാൻ ശിവസാവും. എടുത്തി കഥയറിയാതെ ഏട്ടനെ കുറ്റം പറയരുത്. അന്ന് ഏട്ടനും മായയും തമ്മിൽ എൻഗേജ്മെന്റ് നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഏട്ടന്റെ പൂർണ്ണ സമ്മതത്തോടെയല്ല നടന്നത്. റോഷൻ ചേട്ടനും ഏട്ടനോ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെ മായ ഏട്ടനെ കാണുന്നോ ഇഷ്ടപ്പെടുന്നു. സാധാരണ പെൺകുട്ടികൾ പോലെ അവൾ മനസ്സിൽ കൊണ്ട് നടന്നില്ല. അത് അവളെ ഏട്ടനോട് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ അവളെ പ്രതീക്ഷിച്ച പോലെ ഏട്ടൻ അവളെ റിജക്ട് ചെയ്തു. അതിനുശേഷം അവള് കുറെ ഏട്ടന്റെ വയ്യ നടന്നു. അതൊന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോ അവള് വീട്ടിൽ കാര്യം പറഞ്ഞു. കാര്യം അറിഞ്ഞപ്പോ റോഷൻ ചേട്ടൻ അവളെ എതിർത്തത്. കാരണം ഏട്ടന്റെ സ്വഭാവം നന്നായിട്ട് റോഷൻ ചേട്ടൻ അറിയായിരുന്നു. പക്ഷെ അവള് പിടിവാശി കാണിച്ചു. ലാസ്റ്റ് ചത്ത് കളയെന്ന് പറഞ്ഞപ്പോ റോഷൻ ചേട്ടനും വീട്ടുകാരും ഞങ്ങളെ വീട്ടിലേക്ക് പ്രപ്പോസലായിട്ട് വന്നത്. കാര്യം അറിഞ്ഞപ്പോ ഏട്ടൻ എല്ലാരും മുന്നിൽ വെച്ച് നോ പറഞ്ഞു. ഇതറിഞ്ഞിട്ട് അവള് ആത്മഹത്യ ശ്രമിച്ചു. അത് മുത്തശ്ശൻ അറിയുകയും ചെയ്തു. ഈ കാര്യം അറിഞ്ഞു ചെന്ന മുത്തശ്ശൻ അവൾക്ക് വിവാഹം നടക്കുന്നു വാക്ക് കൊടുത്തു. കാരണം മുത്തശ്ശൻ അറിയായിരുന്നു മുത്തശ്ശന്റെ വാക്കൊരിക്കലും ഏട്ടൻ ധിക്കരിക്കില്ലെന്ന്. പക്ഷെ ആ സമയത്ത് ഏട്ടൻ അമേരിക്കയിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കല്യാണം നടക്കില്ല. പകരം അവരുടെ എൻഗേജ്മെന്റ് നടത്തിയിട്ടു. അതിനുശേഷം ഏട്ടൻ അമേരിക്കയിൽ പോയി. പക്ഷെ അമേരിക്കയിൽ തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ സമയം അമ്മയുടെ ആ ഡ്രോയിങ് റൂമിലായിരുന്നു ഏട്ടൻ സമയം ചെലവഴിച്ചിരുന്നത്. പണ്ടെല്ലാം ഞങ്ങൾ എല്ലാവരും കയറിയിരുന്ന റൂമിലേക്ക് ഏട്ടൻ പിന്നെ ആരെയും കയറ്റാതെ. അങ്ങനെ ഏട്ടൻ നാട്ടിലെത്തിയതറിഞ്ഞ് വിവാഹകാര്യം സംസാരിക്കാൻ മായയുടെ വീട്ടുകാർ വന്നു. പക്ഷെ അന്ന് ഏട്ടൻ എൻഗേജ്മെന്റിന് അവളുടെ മോതിരം അവളെ തിരിച്ചേൽപ്പിച്ച് ഈ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞു. പലരും അതിനെ എതിർത്തെങ്കിലും മുത്തശ്ശനും റോഷൻ ചേട്ടനും ഏട്ടന്റെ ഭാഗത്താവില്ല. അതെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ആ വിവാഹാലോചന അവിടെ നിന്നത്. അതിനുശേഷം ഏട്ടന് എന്നെയും കുട്ടി നമ്മുടെ കോളേജിലേക്ക് വന്നതും ഇവിടെ ലെക്ചറായി ചേർന്നു. പക്ഷെ അന്ന് ഞാൻ കരുതിയിരുന്നത് ഏട്ടന് മാരേജിനോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്ന് ആ മാരേജ് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഏട്ടത്തെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അതെല്ലാം എനിക്കൊരു ഷോക്കായിരുന്നു സത്യം പറഞ്ഞു. അപ്പോ ഞാനാണല്ലേ നായയുടെ കഥയിലെ യഥാർത്ഥ വില്ലത്തി? ഒന്നുമില്ല ശക്തി. നേരത്തെ ശക്തി പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ സാറ് അമേരിക്കയിൽ നിന്ന് വന്ന ശേഷമായിരിക്കും മുത്തശ്ശിയുടെ വിൽപത്രത്തെ കുറിച്ചും മറ്റും അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും നായയായിട്ടുള്ള മാരേജ് വേണ്ടാന്ന് വെച്ചത്. ശക്തി പറഞ്ഞ ശരിയാണെങ്കിൽ ചിലപ്പോ മുത്തശ്ശനും റോഷൻ ചേട്ടനും എല്ലാം സത്യം അറിയായിരിക്കും. അപ്പോൾ മുത്തശ്ശൻ ശരിക്കും ഞാൻ ആരാണെന്നറിയോ? അറിഞ്ഞുകൊണ്ടായിരിക്കും എന്നോട് ഇത്രയും ദേഷ്യം കാണിച്ച്. എന്നോട് പോലും ഇത്രയ്ക്ക് ദേഷ്യം തോന്നാൻ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ശിവസാറിന് എന്തായിരിക്കും എൻ്റെ അച്ഛനോടമ്മയും ഇത്രയ്ക്ക് ദേഷ്യം? എന്തായാലും എല്ലാം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവില്ല. ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കും എല്ലാ സത്യം അറിയുമായിരിക്കുമോ? എങ്ങനെ അവരെന്ന് കാണാൻ കഴിയുക? ഈ കടവ അറിഞ്ഞുകൊണ്ടൊരിക്കലും എന്നെ വീട്ടിലേക്ക് വിടില്ല. എന്തെങ്കിലും ഒരു വഴി കാണണം. ഈ ജന്മം തീരുന്നതിന് മുന്നേ എനിക്ക് അവരെ പോയി കാണണം. സത്യമെല്ലാം ചോദിച്ചറിയണം. ഹലോ, കുറെ നേരമായല്ലോ ഒരാലോചന. എന്താ, കിടക്കാനൊന്നും ഉദ്ദേശിച്ചില്ലേ? അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ ഇവിടെ നിന്ന് സമയം തെക്കാന്ന് വിചാരിച്ചോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരെ നിന്റെ ആലോചന കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു വന്നതാ. താനെന്താ ഇത്ര ആലോചിക്കുന്നേ? എന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണോ? അക്കാര്യം ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ എവിടെ പോയാലും സാറിനെ തേടി വരും, അതെനിക്കറിയാം. അപ്പോ നീ എന്നെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നല്ലേ?
ഇനിയിപ്പോൾ എന്തായാലും ബാക്കി നാളെ ആലോചിക്കാം. വാ, വന്ന് കിടക്ക്. നാളെ കോളേജിലല്ലേ? ആ, ഞാൻ വരും. അതിനുശേഷം ഒരുപാട് തവണ ദുർഗ അച്ഛനെയും അമ്മയെയും കാണാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ് ചെയ്തത്. ദുർഗ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്താ എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിവസാർ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ? ഇല്ല. പിന്നെന്താ, നിനക്ക് എന്ത് പറ്റി? നീ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എനിക്ക് നിനക്കറിയാലോ, അടുത്ത ആഴ്ച അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ അവരുടെ എല്ലാ ആനിവേഴ്സറിക്കും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് പോകണം. നിനക്ക് തോന്നുന്നുണ്ടോ ശിവസാർ അതിനെ സമ്മതിക്കുന്നു? നീ എത്ര പോകാൻ ശ്രമിച്ചാലും സാർ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അതില്ലാതാക്കും. പിന്നെന്തിനാ? ഇടേ, നിനക്കറിയാലോ, ഇനി കുറച്ച് എക്സാമുകൾ കൂടി ബാക്കിയുള്ളൂ. അതോടെ കഴിഞ്ഞാൽ ശിവസാർ എന്നെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോകും. അതിനു മുന്നേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണും. അവരോട് സംസാരിക്കണം. ഇനി ഇവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ അവരെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി എൻ്റെ മുന്നിൽ ഒരുപാട് സമയമില്ല. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറ്റണം. അതിന് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും നേരിട്ട് കണ്ട് ഒരു വട്ടമെങ്കിൽ സംസാരിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് വൈകുന്നേരം നേരത്തെ പോയാലോ? അതെങ്ങനെ നടക്കും? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൈവയല്ലേ, അത് അറ്റൻഡ് ചെയ്യാണ്ട് എങ്ങനെയാ? അത് സാരല്ല, റോൾ നമ്പർ അനുസരിച്ചല്ലേ വൈകിക്ക് വിളിക്കാറ്. നമ്മളുടെ രണ്ടുപേരുടെ റോൾ നമ്പർ നേരത്തെ അല്ലേ, നമുക്ക് വേഗം കഴിയും. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് വേഗം മുങ്ങാം. എടീ, അപ്പോ കല്യാണിയോടും ശക്തിയോടും രാഹുലിനോടും നമ്മൾ എന്ത് പറയും? നമ്മൾ അവരെ കൂട്ടാതെ കോളേജിൽ നിന്ന് പോകാറില്ലല്ലോ. നീ എന്താ അവരെയും കൂട്ടിയിട്ടാണോ അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നത്? എന്നൊരു കാര്യം നീ ശിവസാരെയും കൂട്ടിയിട്ട് വാ. അല്ല പിന്നെ നിനക്ക് അച്ഛനെയും അമ്മയും കാണണമെങ്കിൽ ഇതൊരു വഴിയുള്ളൂ. തൽക്കാലം നീ ഈ കാര്യം ആരോടും പറയണ്ട. നമുക്ക് നാളെ ആരോട് വേറെ എന്തെങ്കിലും കള്ളം പറയാം. അല്ലടി, അപ്പോ കല്യാണിയുടെ കയ്യും കാത്തുനിന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല പോവാൻ. പിന്നെ അവൾക്ക് രാഹുലും ശക്തിയല്ലേ കൂടെ. എന്താ അങ്ങനെ ചെയ്യല്ലേ? ദുർഗ, എന്റെ വേഗം കഴിഞ്ഞ് ഞാൻ പുറത്തുണ്ടോ? നീ വേഗം വാ. ആ, ഞാൻ വേഗം വരുന്നുണ്ട്. പിന്നെ ശിവസാറുണ്ടോ അവിടെ? ഇല്ലടി, ചിലപ്പോൾ ഇന്ന് ബാച്ചുകാർക്ക് എക്സാം ഇല്ലേ, ചിലപ്പോൾ അവിടെ ആയിരിക്കും. എന്തായാലും നീ ചെന്ന് അറ്റൻഡ് ചെയ്തു വാ. ഓൾ ദി ബെസ്റ്റ്. ആ, അങ്കി, നിന്റെ എക്സാം കഴിഞ്ഞു? കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലടി, എളുപ്പമായിരുന്നു. നീ പേടിക്കണ്ട. എന്നാ നീ ചെല്ല്, ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലും നോക്കട്ടെ. എനിക്കെന്തോ ടെൻഷൻ ആയിട്ട് വയ്യ. നീ ടെൻഷൻ അടിക്കുന്ന വേണ്ട, ഈസി ആയിരിക്കും. ആ, നീ വന്നോ? ഞാൻ നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമില്ലായിരുന്നു. നീ വാ, നമുക്ക് പെട്ടെന്ന് പോയിരാം. ഇവിടെ പോകുന്ന കാര്യം രണ്ടുപേരും പറയുന്നേ? ശിവ് സാർ, സാർക്കിന്റെ ഡ്യൂട്ടി ഇല്ലേ? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അല്ല, നിങ്ങൾ എവിടെ പോകുന്ന കാര്യം പറഞ്ഞേ? അത് ഇവൾക്ക് വിശക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി കഴിക്കാന്ന് പറഞ്ഞതാ. ആണോ? എന്നാ നീ വാ, ഞാൻ ഇറങ്ങാൻ നിൽക്കാം. നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കഴിക്കാം. എന്നാ ഞാൻ പോയിട്ട് വരാം. അങ്കിത ശക്തിയോട് പറഞ്ഞേക്ക് ഞങ്ങൾ പോയെന്ന്. ആ സാർ, ഞാൻ പറഞ്ഞോളൂ. അവളുടെ അവസ്ഥ സ്വന്തം അച്ഛനെയും അമ്മയും ഒന്ന് നേരിട്ട് കാണാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. വാ, ഇറങ്ങ്. ഇവിടെ എന്താ? നീയല്ലേ പറഞ്ഞേ നിനക്ക് വിശക്കുന്നുണ്ടത്, നമുക്ക് നീ കഴിച്ചിട്ട് പോ. സർ, ഓർഡർ. നിനക്ക് ചോക്ലേറ്റ് കേക്ക് അല്ല ഇഷ്ടം? 2 ചോക്ലേറ്റ് കേക്ക്. നിനക്ക് എങ്ങനെയറിയാം എന്നെ ഇഷ്ടമില്ലല്ലോ? മോളെ. അച്ഛാ. ദുർഗ, വാ പോകാം. സർ, പ്ലീസ്, ഞാനന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് വരാം. നിന്നോട് വരാനാണ് ഞാൻ പറഞ്ഞത്. അതും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. സർ, എന്തിനാണ് സാർക്ക് എൻ്റെ അച്ഛനോടും അമ്മയും ഇത്രയും ദേഷ്യം? സാറിനോട് അവരെന്ത് ചെയ്തിട്ടാ? സാർ വിവാഹം കഴിച്ചു എന്ന് കരുതി എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവരെ ഉപേക്ഷിക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും നിനക്ക്. നീ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കണം? ഞാൻ വരാം. ശിവ, നീ തിരക്കിലാണോ? അല്ല മുത്തശ്ശ, പറഞ്ഞോളൂ. നീ നാളെ വരില്ലേ? നാളത്തെ കാര്യം നീ മറക്കില്ലെന്ന് എനിക്കറിയാം. ആ മുത്തശ്ശ, ഞാൻ എന്തായാലും വരും. പിന്നെ ശക്തി വരുന്നുണ്ടോ? ഇല്ല മുത്തശ്ശ, അവന് നാളെ എക്സാം ഉണ്ട്, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. പിന്നെ അവരെന്നാ ഇവിടേക്ക് വരുന്നത്? നാളെ അവരുടെ എക്സാം കഴിയും. ഞാൻ തിരിച്ചു വന്ന് എന്നാൽ തന്നെ നാട്ടിലേക്ക് കൂട്ടാന്ന് ചിന്തിക്കുന്നത്. അവരെ ഇവിടെ അധികം നിർത്തിയാൽ ശരിയാവില്ല. ആയിക്കോട്ടെ. എന്നാ ശരി മുത്തശ്ശ, ഞാൻ നാളെ രാവിലെ തന്നെ എത്താൻ നോക്കാം. ഈ കടുവ എന്താ ആലോചിക്കുന്നേ? സർ, ഫുഡ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. ആ, ഞാൻ വരാം. ശക്തി, മുത്തശ്ശൻ വിളിച്ചിരുന്നു. ഞാൻ നാളെ രാവിലെ നാട്ടിലൊന്ന് പോകും. ഒരു ആവശ്യമുണ്ട്. കോളേജിൽ
ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ നാളെ ദുർഗയുടെ കൂടെ കോളേജിൽ പോകണം. പിന്നെ എക്സാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ലാസ്റ്റ് എക്സാം ആണെന്ന് കരുതി ചുറ്റി തിരിയാൻ നിൽക്കരുത്. ആ ഏട്ടാ. പിന്നെ ഇവളുടെ കാര്യം ശ്രദ്ധിക്കണം. നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ കേട്ട് ശരിയില്ലേ? നാളെ ശിവസാർ നാട്ടിൽ പോകാനല്ലേ വന്നു. അപ്പോൾ നാളെ വൈകുന്നേരം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റും. പാറു, നീ നീ ഉറങ്ങ. ഞാൻ നാളെ രാവിലെ നാട്ടിൽ പോവും. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ നോക്കാം. പക്ഷെ അതുവരെ നീ എനിക്കിഷ്ടമില്ലാത്തൊന്നും ചെയ്യരുത്. നീ ചെയ്യാൻ ശ്രമിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ വെറുക്കാൻ അതിനെനിക്ക് കഴിയില്ല. നീ നാളെ എക്സാം എഴുതി നല്ല കുട്ടിയെ ഇവിടേക്ക് തന്നെ തിരിച്ചു വരണം. മറിച്ച് നിന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. ഇനി എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ പോയാൽ ഞാനെങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. ലവ് യു. സാർ ഇതെവിടെ പോയി? ഇനി പോയി കാണുമോ? എന്നോട് പറയാതെ പോവോ? കിച്ചണില് ആ, നീ എഴുന്നേറ്റോ? ഞാൻ പോകാനുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് രണ്ടുപേരും കൂടി പോണം. മനസ്സിലായോ? സാർ റെഡിയായി. ആ, ഞാൻ പോയിട്ട് വേഗം വരാം. പിന്നെ വേണ്ടാത്തൊന്നും ചെയ്തു വെക്കരുത്. പിന്നെ ശക്തി എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. അവൻ എഴുന്നേറ്റിട്ട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചോളൂ. ആ, എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ഏട്ടാ. ശക്തി നീ എഴുന്നേറ്റോ? ശിവസാറ് നേരത്തെ പോയി. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ മാറ്റിയിട്ട് വാ, നമുക്ക് കഴിക്കാം. ഞാനിപ്പോ വരാം. നിങ്ങൾ എത്തിയോ? ഞങ്ങളൊന്ന് പേടിച്ചു. അല്ല, ഇന്ന് ശിവസാറില്ലേ? നിങ്ങളെന്താ നടന്നു വരുന്നേ? ബസ്സിലാണോ വന്നേ? ആ, ബസ്സിലാ വന്നേ. ഏട്ടനൊന്ന് നാട്ടിൽ പോയി, അതുകൊണ്ട് ബസ്സിൽ വരേണ്ടി വന്നു. കല്യാണം രാഹുലും വന്നല്ലോ. എന്നാ നിങ്ങളെന്താ ഒരുമിച്ചാണോ വന്നേ? ഞാനിന്ന് വരുമ്പോ ഇവിടെ ഒന്ന് പിക്ക് ചെയ്തു. കുറച്ച് ദിവസം ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. കണ്ടുപിടിച്ചോളൂ. ഓ, കണ്ടുപിടിക്കാനും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിരുന്നു. എടാ ദുഷ്ട, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഇതെപ്പോ? ഒരു മാസം മുന്നേ. ഒരു മാസമായിട്ട് നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലേ? സോറിഡി, പറയണമെന്ന് വിചാരിച്ച രാഹുല പറഞ്ഞ നമുക്ക് സാവകാശം പറയാനോ? ആയിക്കോട്ടെ, എന്തായാലും ചെയ്യും. അങ്കി, ഇന്ന് എക്സാം കഴിഞ്ഞ് സംസാരിക്കാൻ സമയം ഉണ്ടാവും നിനക്ക്? ശക്തി, അത് അങ്കി പ്ലീസ്, ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ. ഇന്നോട് കഴിഞ്ഞാൽ ഇനിയിപ്പോഴാ പരസ്പരം കാണാൻ കഴിയുന്ന പോലെ എനിക്കറിയില്ല. പ്ലീസ്. അവള് വരും ശക്തി. നീ എന്തി പറയുന്നേ? ഓക്കെ, നിന്റെ മനസ്സ് അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇന്ന് പോകും, അവനോട് സംസാരിക്കും. ഞാൻ വരാം. എക്സാം തുടങ്ങാനായി തോന്നുന്നു. എന്നാ നമുക്ക് പോവാം. ഓക്കെ, നീ ഒന്ന് വന്നേ. കല്യാണി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നിങ്ങൾ നടന്നു. എന്ത് പറ്റി? എടി, ശിവസാർ ഒന്ന് നാട്ടിൽ പോയതാ. ഇതിനൊക്കെ നല്ല അവസരം എനിക്കിനി കിട്ടുമെന്ന് അറിയില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാ എനിക്കിന്ന് വീട്ടിൽ പോയി വരാം. ഞാനെന്ത് ചെയ്യാനാ? എടി, ഇന്നെന്തായാലും നീ ശക്തിയോട് സംസാരിക്കും. അതിനിടയിൽ ഒരു മണിക്കൂർ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു വരാം. ഒരു മണിക്കൂറോ? നീ വീട്ടിൽ പോയി ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുമോ? പോകുമ്പോൾ ഞാൻ ടാക്സി പോയിക്കൊള്ളാം. വരുമ്പോ അച്ഛനുണ്ടാവല്ലോ, അച്ഛനാക്കി തന്നോളും. എടി, ഇന്നൊരു ദിവസം കൂടി എനിക്ക് അവസരം കിട്ടും. ഇത് കഴിഞ്ഞ് സാറിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നെ. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയൊന്നും കാണാൻ കഴിയുന്ന പോലെ തോന്നില്ല. പ്ലീസ്. ഞാൻ ശ്രമിക്കാം. എന്തോ ഒരു വലിയ ഭാരം കഴിഞ്ഞ പോലെ ഉണ്ട്. അല്ല, കല്യാണം എവിടെ? അവള് കഴിഞ്ഞില്ലേ? അവളിപ്പോ വരണ്ടാവും. ശക്തി, അങ്കി, നിങ്ങൾ രണ്ടുപേരും ചെല്ല്. ഞാനിവിടെ ലൈബ്രറിയിൽ ഉണ്ടാവും. സംസാരിച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാൽ മതി. എടാ രാവിലെ നീ ഉണ്ടാവില്ല അവളുടെ കൂടെ? ആടാ, നിങ്ങൾ സംസാരിച്ചോ? അല്ല, ഈ കല്യാണം ഇതെവിടെ പോയി? ഇതാ വരുന്നു. ഞാൻ വന്നു, വാ പോവാം. അല്ല, ശക്തി അങ്കി വന്നില്ലേ? അവരിപ്പോ പോയിട്ടേ ഉള്ളൂ. എന്നാ നിങ്ങൾ രണ്ടാളും വിട്ടോ, ഞാൻ ലൈബ്രറിയിലായി. അത് വേണ്ട, അവര് വരും വരെ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഇരിക്കാം. അത് സാറിലെ കല്യാണി, ഇന്ന് ലാസ്റ്റ് ഡേയില് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടാവും. ചെല്ല്, ഞാനിവിടെ ലൈബ്രറിയിൽ നിന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെല്ല് രാഹുൽ, പോ. നീ അവളെ കൂട്ടിയിട്ട് പോ. ഞാൻ ലൈബ്രറിയിൽ നിന്നോളാം. ലൈബ്രറിയിൽ തന്നെ ഉണ്ടാവണം, ഇടയ്ക്കും പോലും. ഇല്ല, നിങ്ങൾ ചെല്ല്.
ഇങ്ങനെ ഒരു വിധത്തിൽ അവരെ പറഞ്ഞു. ഇനിയിപ്പോ ടാക്സി എവിടെ നിന്ന് കിട്ടുക? ഈ സമയത്ത് ഇതാരാ? മോളെ, ഒന്നും എന്റെ മോളെ ഇത്ര ദിവസം എന്നത് കണ്ടിട്ട്. ആരാ ലക്ഷ്മി? മോളെ അച്ഛാ, ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ വിചാരിച്ചു ഇല്ലെങ്കിൽ നീ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അതല്ലേ ഞാൻ വന്ന. ഇനി കടലിൽ ലക്ഷ്മി, നീ നമുക്ക് കുടിക്കാൻ പായസം എടുക്ക്. ഇന്ന് പായസം വെച്ചിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യം വെക്കുന്നല്ലേ, ഇന്നെന്തോ നീ വരുന്ന ഞങ്ങളുടെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ട് വെച്ചത്. പിന്നെ മോളെ, നിനക്കവിടെ സുഖമില്ലേ? ശിവയും ശക്തിയും അവരെന്ത് പറയുന്നു? നീ എങ്ങനെയാ വന്നേ? അല്ല ശിവ, അവൻ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടോ? ഇല്ലമ്മ, ശിവസാർ എന്നെ ഇവിടേക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടമ്മ. പിന്നെ നീ അവൻ അറിയാതെ വന്നതാണോ? അതെ, ശിവസാർ ഇവിടല്ല, നാട്ടിൽ പോയതാ. ഇന്നലെ നാട്ടിൽ നിന്ന് മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവനാര് പോയിടാന്ന് പറഞ്ഞ് പോയതാ. ഇന്നലെ അവന്റെ അമ്മയുടെ ആണ്ട്, അതിന് പോയതായിരിക്കും. ആണോ? അതൊന്നും ശിവസാർ പറഞ്ഞിട്ടില്ല. അല്ല, നീ ഇപ്പോഴും അവനെ ശിവസാർ എന്നാണോ വിളിക്കുന്നത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ? എങ്ങനെ കഴിഞ്ഞതായാലും അവനിപ്പം നിന്റെ ഭർത്താവിനാരെങ്കിലും സാറെന്ന് വിളിക്കൂ. അത് പിന്നെ ശീലിച്ചു പോയതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ആ ശീലം മാറ്റണം. ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ നിങ്ങൾ. അത് തന്നെയായിരുന്നു അവന്റെ അമ്മയുടെ ആഗ്രഹം. എന്തായാലും മോള് ഇവിടെ ഇരിക്കും, അമ്മ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അമ്മ, പക്ഷെ പെട്ടെന്ന് വേണം, എനിക്ക് തിരിച്ചു പോകാനുള്ളത്. ശക്തി എന്നെ തിരക്കും. ഞാൻ വേഗാക്കാം. അല്ല മോളെ ശക്തി, അവൻ പോയില്ലേ? ഇല്ല അച്ഛാ, അവന് എനിക്കിന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു, അതുകൊണ്ട് അവൻ പോവാതിരുന്നു. ശക്തി, കുറച്ചു നേരം വന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ സംസാരിക്കാനുള്ളത്? അമ്മി, നിനക്കറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഈ ചോദ്യം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടെ നിൽക്കുന്നത്. നിനക്കറിയാം എനിക്കെന്താ പറയാനുള്ളത്. പിന്നെന്താ? ശക്തി, അത് എനിക്കറിയാം എനിക്കെപ്പോഴും ഒരു ഉത്തരവില്ലാന്ന്. പക്ഷെ എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. അത് കേട്ടിട്ട് പോയാൽ മതി. നിനക്ക് കോളേജ് ടൈം തോന്നുന്ന ഒരു ക്ലീഷേ ഡോക്ടറൊക്കെ തോന്നരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഇതുവരെ നിന്നെ ശല്യം ചെയ്യാതിരുന്നത്. കാരണം നീ മനസ്സിലാക്കണമായിരുന്നു ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന്. ആത്മാർത്ഥമായിട്ട് വേണ്ട സ്നേഹിക്കുന്നത്. നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും പറ്റില്ലെന്ന്. എനിക്കിതിനു മുന്നേ പ്രണയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിന്നോടുള്ളത് അതെന്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാ നീ ആ ഇഷ്ടം മൂടി വെക്കുന്നത്? അത് മാത്രം എനിക്കറിയില്ല. അതെനിക്കറിയണം. അതറിഞ്ഞ് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയ ഞാനിപ്പോ തൊട്ട് ഞാൻ നിന്നെ മറക്കാൻ ശ്രമിക്കാം. അല്ലാതെ ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലെങ്കിൽ. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എല്ലാം നിന്നോട് തോന്നുന്നവരെ ശരിയായില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പറയാം. നിന്റെ ഫാമിലി, ദുർഗയുടെ ഫാമിലി ഒന്നിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. ദുർഗ അവൾ നിന്റെ ഏട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. നീ എന്തായി പറയുന്നത്? ഏട്ടത്തി എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കറിയാം. കഴിഞ്ഞ കുറച്ച് മാസമായി ഞാൻ അവരെ കാണുന്നു. അവരെത്ര ഹാപ്പിയാണെന്ന് നിനക്കറിയോ? എന്റെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ കുറച്ച് മാസമായി സ്വന്തം അച്ഛനും അമ്മയും കാണാൻ സാധിക്കാതെ മിന്നുന്ന ദുർഗയെന്ന മക്കളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിന്റെ ഏട്ടന്റെ വിവാഹം കഴിച്ച് അവരവളുടെ അച്ഛനെയും അമ്മയിൽ നിന്ന് അകന്നപ്പോൾ എനിക്ക് സാധിക്കില്ല ശക്തി. എനിക്ക് ഇന്നലെ ദുർഗയടക്കം ഒരു പെണ്ണിനും താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലാണത്. അതുകൊണ്ട് ദുർഗയ്ക്ക് അവൾക്ക് അവളുടെ അച്ഛനെ അമ്മയെ തിരികെ ലഭിക്കട്ടെ. എന്നിട്ട് നമുക്ക് കാര്യം സംസാരിക്കാം. നീ പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ആ പ്രശ്നം അത് പെട്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. അവളുടെ എൻഗേജ്മെന്റ് നിന്ന് എന്റെ ഏട്ടന്റെ കൂടെ ഇറങ്ങി വന്നവള്. അവളോട് അവളുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് ക്ഷമിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ട്. അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റൂ. ഇനി ഇതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിനക്ക് ഇപ്പൊ ഒരു വാക്ക് തരാം. അവളുടെ ഫാമിലി ഒന്നിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ കാര്യം പറയാൻ ഞാൻ നിന്റെ മുന്നിൽ വരും. ഇനി നമുക്ക് പോവാം. നമുക്ക് ചിലപ്പോ കോളേജിൽ നിന്ന് വിഷമിട്ടുണ്ടാവും. നമുക്ക് വേഗം ചെല്ലാം. അവള് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എനിക്കിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് സമയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കാൻ പറ്റും? ഞാൻ അവിടെ ഇരിക്കും. ഇത്ര ദിവസം അമ്മയുടെ കൈ ഉണ്ടാക്കിയിട്ട് എന്തേ കഴിച്ചിട്ട്? മോളെ, അച്ഛന് സുഖമാണോ? അവർക്ക് പ്രശ്നം? പിന്നെ ഭയങ്കര സുഖം. ഇന്നേ വരെ എന്റെ മുഖത്തോടി നോക്കിയിട്ടില്ല. സഹരല്ല, എല്ലാം ശരിയാവുണ്ടാവും. എന്നോടുള്ള ദേഷ്യമായിരിക്കും അച്ഛൻ. അമ്മ, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനാണ് ഇപ്പോൾ വന്നത്. അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്.
എനിക്ക് സത്യത്തിൽ അറിയണമ്മ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ. അമ്മ അച്ഛൻ്റെ കൂടെ ഇറങ്ങി എന്നതുകൊണ്ട് മാത്രമല്ല അവർക്ക് ഇത്രയും ദേഷ്യം. വേറെന്തോ കാരണം എനിക്കത് അറിയണമ്മ. ആളെ അത് എനിക്കറിയമ്മ. വേറെന്തോ വലിയ പ്രശ്നമുണ്ടത്. പ്ലീസ് ഒന്ന് പറമ്മ. ലക്ഷ്മി, ഇനി അവളെല്ലാം അറിയണം ലക്ഷ്മി. നമുക്ക് പറയും അവിടെ അത് അതാരാ പുറമേ നിങ്ങനെ ഹോൺ അടിക്കുന്നേ? ആ 3 പേരും വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ശിവസാർ, അമ്മ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഇറങ്ങും. ശിവസാറും നല്ല ദേഷ്യത്തിലാണ് തോന്നുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് നാട്ടിൽ പോകും. അമ്മ ഞാൻ വിളിക്കും. അച്ഛ ഞാൻ ഇറങ്ങും. നീ എന്തിനാണ് അവരെ കാണാൻ പോയത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ അനുവാദം കൂടാതെ അവരെ കാണാൻ പോരുതെന്ന്? സർ, എനിക്ക് എനിക്ക് വേദനിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയടി. നീ എന്തിനാ അവരെ കാണാൻ പോയത്? സാർ പറയുന്നത് കേട്ടപ്പം ഞാൻ അന്യരായ ആരെ കാണാൻ പോയതാണെന്ന്. അതെൻ്റെ അച്ഛനും അമ്മയും അവരെ കാണാൻ പോയ സാറിൻ്റെ തന്നെ. എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. വേണം, എൻ്റെ അനുവാദം വേണം നിനക്ക്. എൻ്റെ ഭാര്യ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ അമ്മയുടെ കൊലപാതകയെ കാണാൻ പോകാൻ എൻ്റെ അനുവാദം വേണം നിനക്ക്.